ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ രാവിലെ എണീറ്റു. ഒരു 7:45 ഒക്കെ ആയപ്പോൾ എണീറ്റു. എന്നിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഞാൻ ചെറിയൊരു വർക്കൗട്ട് ഉണ്ട്, ഈ ഇടയായിട്ട് തുടങ്ങിയതാണ്. അതിന് മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ തടി കൂടി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഓക്കെ. സോ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പുട്ടും കടലയാണ് കേട്ടോ. പുട്ടും കടലയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി പുട്ട് കഴിച്ചിട്ട് വരാവേ. സോ ഗൈസ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഇച്ചിരി സമയം ഫോണൊക്കെ നോക്കിയിട്ട് നേരെ ക്ലീനിങ്ങിലോട്ടാണ് കേട്ടോ. ഔട്ടിൻ്റെ വോളിലൊക്കെ കുറച്ച് വണ്ണാമ്പലം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് വണ്ണാമ്പലൊക്കെ എടുത്തു. അപ്പോൾ അതേ പൂച്ച ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന മെഹന്തിയൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ആ ടീപ്പോയി നമ്മളെ ഹാളിൽ വെച്ചിട്ടുള്ള ടീപ്പോയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഈ ഡോറിലൊക്കെ എപ്പോഴും അധികം പൊടി പിടിക്കാറുണ്ട് ഗൈസ്. അതൊക്കെ ഒന്ന് ക്ലീനാക്കും. വിൻഡോസിലായാലും ഈ ഡോറിലൊക്കെ നല്ല പൊടി പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് പിന്നെ അടിച്ചൊക്കെ വാരിയിട്ട് തുടച്ചു. ബെഡ്ഷീറ്റൊക്കെ മാറ്റി. ഈ ചേട്ടന്മാർ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അലമ്പാണ് കേസ്. കണ്ടോ, വാച്ച്, ചാർജർ, ഫോൺ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ടേബിളൊക്കെ മൊത്തം മെസ്സാക്കിയിടും. അതൊക്കെ ക്ലീനാക്കാനും ഞാനും അമ്മയും എത്ര ക്ലീനാക്കിയാലും പിന്നെ അതുപോലെ ആക്കിയിട്ടിടും. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഉച്ചയൂണായിരുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റിലാക്സൊക്കെ ചെയ്തിട്ട് ഞാൻ പോയി കുളിച്ചു. ഫ്രഷായിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് കുട്ടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം വന്നത് ജ്വല്ലറിയിലാണ് ഗൈസ്. അപ്പോൾ അമ്മയുടെ ഒരു കമ്മൽ ചേഞ്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ വേറെ കമ്മലൊക്കെ നോക്കി സെലക്ട് ചെയ്തു. അമ്മയ്ക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ തന്നെ അമ്മ സെലക്ട് ചെയ്തെടുത്തു. അവിടുന്ന് നേരെ ആൻറ്റിക്കും അമ്മയ്ക്കും കൂടി ബ്ലൗസ് പീസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് ബ്ലൗസ് പീസൊക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഒരു ബട്ടർ കോൺ ഇതും കഴിച്ചു. അങ്ങനെ വാട്ടർമെലൺ ജ്യൂസും കുടിച്ചു. അങ്ങനെ നമ്മുടെ കുട്ടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഗൈസ്. അപ്പം എന്താ പറയുക, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ എൻ്റെ വീഡിയോസൊക്കെ ലൈക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അതൊന്നും മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളുടെ ബലം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഒന്നുകൂടി കുളിച്ചിട്ട് ഞങ്ങൾ നേരെ പോയി കിടന്നുറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.